വെൽക്കം ടു കറി ലീവ്സ് റെസിപ്പി വിത്ത് ഉഷ. എല്ലാവർക്കും നമസ്കാരം. ഇതാണ് കപ്പ. ചില സ്ഥലത്ത് ഇതിന് പൂളക്കിഴങ്ങെന്ന് കൂടെ പറയാറുണ്ട്. ഇന്ന് ഇതുകൊണ്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കപ്പയും മീൻകറി അല്ലേ? മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കപ്പയും മീൻകറി. ഈ കപ്പ കൊണ്ട് അത് മാത്രമല്ല, പലതരം വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കപ്പ നന്നായി ഉണക്കി പൊടിച്ച് പുട്ടുണ്ടാക്കാൻ പറ്റും. കപ്പ ചിപ്സ് ഉണ്ടാക്കാം. കപ്പ പുഴുങ്ങി രാവിലെയും വൈകിട്ട് ഈവനിങ് സ്നാക്കോ ആയിട്ട് കഴിക്കാം. അതാണ് ഈ പണ്ടത്തെ ആൾക്കാരുടെ ആരോഗ്യം. ഇന്ന് നമ്മളിവിടെ കപ്പ മിഠായി ഉണ്ടാക്കാൻ ആദ്യം കപ്പ നന്നായി വൃത്തിയാക്കി അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി തോൽ കളഞ്ഞ കപ്പ നല്ലൊരു ഗ്രേറ്ററിൽ വെച്ച് വളരെ ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുക്കാം. കപ്പ നമ്മുടെ നാട്ടിൽ വളരെ നന്നായി കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ വളരെ ചീപ്പായി കിട്ടും. കപ്പയിൽ ധാരാളം കാർബോഹൈഡ്രേറ്റും വിറ്റാമിൻസ് മിനറൽസ് ഒക്കെ ഉണ്ട്. പക്ഷെ സോഡിയം കൊഴുപ്പും വളരെ കുറവാണ്. ദേഹം പുഷ്ടിപ്പെടുത്താൻ വിചാരിക്കുന്നവർക്ക് കപ്പ കൂടുതൽ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കപ്പയിൽ നല്ല അയൺ ഉള്ളത് കാരണം രക്തക്കുറവുള്ളവർക്കും ഇത് വളരെ നല്ലതാണ്. വെറും 2 ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഈ കപ്പ മിഠായി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് തേങ്ങ ബർഫി പോലെ കപ്പ ബർഫി ആയിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ്. അതിന് നമുക്ക് ആദ്യം ഒരു ഫ്രൈയിങ് പാൻ അല്ലെങ്കിൽ ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളം എടുക്കാം. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന കപ്പയുടെ അളവിനനുസരിച്ചിട്ട് വേണം ശർക്കര ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര നന്നായി വെള്ളത്തിൽ അലിഞ്ഞു വരുന്നവരെ ഒന്നിളക്കി കൊടുക്കുക. ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര കൂടെ ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. ഇനി പ്രത്യേകം വല്ല ഫ്ലേവർ വേണമെന്ന് വിചാരിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഫ്ലേവർ ഒന്നും ചേർത്തിട്ടില്ല. കിഴങ്ങ് നേരത്തെ വറക്കോ വേവിക്കോ ചെയ്തിട്ടില്ലാത്ത കാരണം ചിലർക്ക് കിഴങ്ങായത് കാരണം നന്നായി വേവണമെന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് കുറച്ച് നേരത്തെ തന്നെ ഇതിൽ കിഴങ്ങിട്ട് നന്നായി ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാവുന്നതാണ്. ശർക്കര നന്നായി പതഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് കയ്യിൽ തൊട്ട് നോക്കിയാൽ നല്ല ഒട്ടുന്ന പരുവായിട്ടാണ്. ഈ പരുവത്തിൽ ചേർത്താലും മതിയായിരിക്കും. കിഴങ്ങിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത കിഴങ്ങ് വളരെ ചെറുതും നൈസും ആയതുകൊണ്ട് ഇങ്ങനെ വേവുമ്പോൾ തന്നെ കുറച്ച് വെന്ത് കിട്ടും. അല്ലാത്തവർ കുറച്ച് നേരത്തെ ഇട്ട് ഇളക്കാവുന്നതാണ്. വീഡിയോ ആദ്യമായി കാണുന്നവരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും നല്ല നാടൻ ഹെൽത്തി റെസിപ്പിക്ക് വേണ്ടി
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കനും അമർത്തിക്കൊള്ളു. ശർക്കരയും കിഴങ്ങും നന്നായി യോജിക്കുന്നവരെ ഇളക്കി കൊടുക്കാം. വെറും 2 ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് ഒരു നല്ല ഹെൽത്തി മിഠായി റെഡിയായിരിക്കും. ഇതുപോലത്തെ നല്ല നാടൻ ഹെൽത്തി റെസിപ്പി നമ്മുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. പ്ലേറ്റിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് നെയ്യോ എണ്ണയോ ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി അതിലേക്ക് കിഴങ്ങൊന്ന് മാറ്റി കൊടുക്കാം. നല്ല തിക്കായിട്ടുണ്ട്. കാണുമ്പോൾ നല്ല തേങ്ങാ ബർഫി പോലെ ഉണ്ടാവും. ഇനി അത് നന്നായി മേൽഭാഗമൊക്കെ നന്നായി പൂശി ഒന്ന് ലെവലാക്കി കൊടുക്കാം. കുറച്ച് ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആകൃതിയിൽ വെട്ടിയെടുക്കാവുന്നതാണ്. ഇനി ബോൾ ഷേപ്പിൽ വേണമെന്നുള്ളവർക്ക് ഉരുളകളായി ഉരുട്ടിയെടുക്കാവുന്നതുമാണ്. ഇതുപോലത്തെ നല്ല നാടൻ വിഭവങ്ങൾ തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ രുചിയേറിയ കപ്പ ബർഫി, കപ്പ മിഠായി റെഡിയായിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കാതിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി നമുക്ക് കാണാം.